ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ക്ലേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിന്ന് എടുത്തിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് പഴയതായിട്ട് കിടന്നിരുന്ന ഒരു പാട്ടയാണ്. അതിനകത്ത് മണ്ണൊക്കെ നിറച്ച് ചെടിയൊക്കെ കുഴിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ആ ചെടിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിൽ വെള്ളം കയറി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം നന്നായിട്ട് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ അടി ഫുള്ള് ഇളകണം. അപ്പോൾ മണ്ണൊക്കെ ശരിക്കും ഒന്ന് ഇളകി കലങ്ങി ഇരിക്കണം. എന്നിട്ട് നന്നായിട്ട് കലങ്ങിയ ശേഷം 2 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്കും വെള്ളം ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോഴേക്കും അതിൻ്റെ മണ്ടേ കിടക്കുന്ന കരടും കമ്പും കോലും ഒക്കെ എടുത്ത് കളയുക. അത് കഴിഞ്ഞ് ഗൈസ്, ഇങ്ങനെ ചെയ്യരുത് ഗൈസ്, വെള്ളം കമത്തി കളയരുത് ഗൈസ്. നിങ്ങളൊരിക്കലും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടിപ്പണിയാണ്. കാരണം വെള്ളം ഉള്ളപ്പോൾ തന്നെ അത് കമത്തി അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ രണ്ടാമത്തെ അബദ്ധം ഗൈസ്, തുണി ഉപയോഗിക്കരുത് ഗൈസ്. ആദ്യം തന്നെ നമ്മൾ അരിപ്പ വെച്ചരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്. കാരണം വലിയ കല്ലും കരടും ഒക്കെ കളയാനായിട്ട് അരിപ്പ വെച്ചരിക്കുന്നതാണ് ഒന്നും കൂടെ എളുപ്പം. തുണി വെച്ചരിച്ചാൽ കുറേ സമയമെടുക്കും. അതിനുശേഷം ഇത് ഞാൻ സെറ്റ് ചെയ്ത് 2 മണിക്കൂർ 2 മണിക്കൂറല്ല, പിറ്റേ ദിവസമാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ശരിക്കും വെള്ളം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒന്നും കൂടി തരിക്കുകയാണ്. ആ കഴുകിയ തുണി തന്നെ ഞാൻ ഒന്നും കൂടെ കഴുകി എടുത്തിട്ട് ഒന്നും കൂടെ ഞാൻ അരിച്ചപ്പോഴേക്കും ആ ക്ലേ കാണാം നിങ്ങൾക്ക്. അതിനകത്ത് വലിയ കഷ്ണമൊക്കെ തുണിയിലാണ് ഞാൻ ആദ്യം അരിച്ചത്. അപ്പോഴേക്കും അതിൻ്റെ വലിയ കല്ലും കരടും ഒക്കെ പോയി. എന്നാലും ഒരു തരിതരിപ്പുണ്ട് ആ മണ്ണിന്. ആ തരിതരിപ്പൊന്ന് പോയി കിട്ടാൻ വേണ്ടി നമ്മൾ എത്രത്തോളം അരിക്കുന്നു അത്രത്തോളം മണ്ണ് സോഫ്റ്റ് ആവും. കളിമണ്ണ് നല്ലതായിട്ട് കിട്ടും നമുക്ക് ക്ലേ. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് അരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ സഹായത്തിനുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും തുണിയൊക്കെ പിടിച്ച് തരാനായിട്ടൊക്കെ. അത് കഴിഞ്ഞ് അരിച്ച ശേഷം ഞാൻ ആ വെള്ളം തളയാനായിട്ടൊരു മൂലയിൽ കൊണ്ടുപോയി വെച്ചു. അതിന് ശേഷം ഞാൻ അതിൻ്റെ മണ്ടയിലോട്ടൊരു വൃത്തിയുള്ള ഒരു തുണി, നമ്മൾ മേളിൽ നിന്ന് പൊടിയും കരടും ഒന്നും വന്ന് വീഴാതിരിക്കാനായിട്ട് ഒരു തുണി, പഴയൊരു തുണിയാണ് എടുത്തിടുന്നത്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ചുമന്ന ബക്കറ്റിൽ ഇരിക്കുന്ന വെള്ളമാണ് ഞാൻ ഇന്നലെ വെച്ചത്. അത് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് അരിച്ചേക്കാമെന്ന് കരുതി. വേണ്ടവർക്ക് ഇതൊന്നും കൂടെ ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 അരിക്കുന്നത് തന്നെ നല്ലതാണ്, മതിയാകും. അതിന് ശേഷം ഗൈസ്, ഞാനത് തോണ്ടിയെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സുഖം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ശരിക്കും അത് സോഫ്റ്റാണ് ഗൈസ്. ചോക്ലേറ്റിൻ്റെ നിറം. നമ്മളത് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടും ഗൈസ്. അത് സൂപ്പറാണ്. അതിന് ശേഷം ഞാൻ ആ തുണിയിൽ തന്നെ ആ മണ്ണ് സെറ്റ് ചെയ്തു, ഹാങ് ചെയ്ത് വെച്ചു. അതിൻ്റെ അടിയിലോട്ടൊരു കല്ല് വെച്ചിട്ട്, പുറത്തോട്ടേ ബാക്കിയുള്ള തുണിയിലോട്ടൊരു കല്ല് വെച്ചിട്ട് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ ഉച്ചയ്ക്കായിരുന്നു അങ്ങനെ തൂക്കിയിട്ടത്. വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഞാൻ ആ തുണിയിൽ തന്നെ ഇങ്ങനെ ക്ലേ എടുത്ത്, അതിന് നല്ലൊരു നനവുണ്ട്, എന്നാലും ആ ക്ലേ ഞാനൊന്ന് പരത്തി വെച്ചു. നന്നായിട്ട് ലൈറ്റായിട്ടൊന്ന് പരത്തി ആ തുണിയിലോട്ട് ഫുള്ളാക്കി. നിങ്ങൾ തുണി എടുക്കുമ്പോഴുണ്ടെങ്കിൽ ഗൈസ്, പ്ലെയിൻ ആയിട്ടുള്ള തുണി എടുക്കുക. ഇതിപ്പോൾ അമ്മയുടെ ഒരു പഴയ ഷാളായിരുന്നു. ഇതിനകത്ത് കുറേ ഡിസൈൻസും കാര്യമൊക്കെ ഉള്ള കാരണം ഇത് പറിച്ചെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. എന്നുവെച്ചാൽ ആ ഡിസൈൻസിൻ്റെ ഓരോ ത്രികോണത്തിലേക്കും വട്ടത്തിലേക്കും പിന്നെ ആണെങ്കിൽ വേറെ നൂലുകളുടെ ഇടയിലോട്ടൊക്കെ ക്ലേ കയറിയിരിക്കും. അപ്പോഴേക്കും അത് പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ വീഡിയോയിൽ കാണിക്കാം ഞാൻ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാനത് പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ 17 മണിക്കൂറത്തെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തത്. വൈകുന്നേരം ഞാൻ വെച്ചു, പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കിയപ്പോഴേക്കും നന്നായിട്ട് ക്ലേ സെറ്റായിട്ട് പൊളിഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാനതെല്ലാം പറിച്ചെടുത്തു. എൻ്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത സന്തോഷമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടൊരു സാധനം ചെയ്തിട്ടത് ശരിയായി. ആഹാ, അടിപൊളി. എന്നിട്ട് ഞാനത് ഇരുന്നുകൊണ്ട് 15 മിനിറ്റ് നമ്മൾ കുറേ നേരം കുഴയ്ക്കണം എന്നൊരു ചേച്ചി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ തന്നെ. അപ്പം ഞാനത് ഇരുന്നുകൊണ്ട് കുഴയ്ക്കുവാണ്. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഞാൻ പറയുന്നത്. പ്ലെയിൻ തുണി, ഒരു മുണ്ടിൻ്റെ കഷ്ണമോ അങ്ങനെ വല്ലതൊക്കെ എടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇരുന്നുകൊണ്ട് ഞാൻ പറിക്കുകയാണ്. പറിച്ചിട്ടും തീരുന്നുമില്ല ഒരുമാതിരി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. എന്നാലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ കഷ്ടപ്പെടാൻ അറിയില്ലല്ലോ. അതുപോലെ ഞാനൊന്ന് കുഴയ്ക്കുകയാണ്. ആദ്യം ഞാൻ എന്ത് ഷേപ്പാണെന്നൊന്നും എൻ്റെ മനസ്സിലോട്ടില്ല. പിന്നെ ഞാൻ എന്തോ കാണിച്ച് ചതുരമാക്കാമെന്ന് വെച്ചിട്ട് അത് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ തുണിയൊക്കെ മാറ്റിയിട്ട് ഞാൻ ആ ഫ്ലെക്സിലോട്ട്, ഒരു പഴയ ഫ്ലെക്സ് ഉണ്ടായിരുന്നു, പഴയ ഫ്ലെക്സൊക്കെ എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വീട്ടിലെ സോരാളി നമ്മളെ ഇറക്കി വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക ഗൈസ്. അപ്പോൾ ഞാനിത് ചതുരം മാറ്റിയിട്ട് വട്ടമാക്കിയപ്പോൾ എനിക്ക് ചാണകമൊക്കെ ഓർമ്മ വന്നു. വട്ടമാക്കാൻ നോക്കിയിട്ട് അതും നടന്നില്ല. എന്നിട്ട് ഞാനിതുകൊണ്ട് അടിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഷേപ്പിലോട്ടാവുകയാണെങ്കിൽ അതെങ്കിലും നടക്കട്ടെ എന്ന് കരുതി അടിച്ചിപ്പോൾ അപ്പത്തിൻ്റെ പരിപാടി. എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ചതുരത്തിലാക്കാമെന്ന്. ഓക്കെ ഗൈസ്, അവസാനം എനിക്കിത് സെറ്റാക്കിയൊരു ചതുരത്തിൻ്റെ ഷേപ്പൊക്കെ ആയി കിട്ടി. അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഇത്തിരി എണ്ണ തൂത്ത് വെച്ചു. എണ്ണ 4 ഭാഗം തൂത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ
പൊതിഞ്ഞെടുത്തു. ഒരു ഷിമ്മിക്കൂടാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ അതിനകത്തോട്ട് അത് തള്ളിക്കയറ്റി എങ്ങനെയാണ് വെച്ച് ഗൈസ്. എന്നിട്ട് ഞാനത് അടച്ച് വെക്കുകയാണ് നമ്മൾ. കാരണം അത് എയർ വന്നത് ഡ്രൈ ആയിട്ട് പിന്നെ കട്ടയായിട്ടില്ല. അതുകൊണ്ട് ഞാൻ എയർ ടൈറ്റ് കണ്ടെയ്നർ അല്ലെന്ന് പറഞ്ഞപ്പോൾ അവളിത് എയർ ടൈറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അടപ്പിക്കുകയാണ്. അത് അടപ്പിച്ചപ്പം അത് പിന്നെ അടഞ്ഞു കേട്ടോ ഗൈസ്. അത് എയർ ടൈറ്റ് കണ്ടെയ്നറാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ലൈക്ക്, ഷെയർ.